Okay, take the page number 11 and here is an activity for you. The names of the pictures begin or end with the SH. Circle the correct name. എന്താണ്? The names of the pictures begin with the SH. Begin or end with the SH. എന്താണ്? SH ൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ SH ൽ എൻഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള വസ്തുക്കളുടെ പേരാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത് അല്ലേ? സോ അവിടെ തന്നിട്ടുള്ള കറക്റ്റ് നെയിം ആണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അവിടെ കുറേ നെയിം, 2 നെയിം അവിടെ തന്നിട്ടുണ്ട്, ഒരു പിക്ചറും തന്നിട്ടുണ്ട്. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഏത് പിക്ചറാണോ അവിടെ ഉള്ളത് ആ പിക്ചറിന് അത് ഏത് വേർഡാണ് എന്ന് വെച്ചാൽ ആ വേർഡിനെയാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത്. ഓക്കെ. Okay, then take a pencil and circle the correct name. Okay. First one എന്താണ്? അവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? അവിടെ എന്തുണ്ട്? 2 വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഫിഷ് ആൻഡ് വിഷ്. 2 പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ പിക്ചറിൽ കാണുന്ന കറക്റ്റ് നെയിം ഏതാണോ അത് സർക്കിൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫിഷ് ആൻഡ് വിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ കറക്റ്റ് നെയിം ഏതാണ്? ഫിഷ് ആണല്ലേ? ദാറ്റ് ഈസ് ദ കറക്റ്റ് വൺ ആൻഡ് അതവിടെ സർക്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഫിഷ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ്, അവിടെ ഒരു പിക്ചർ ഉണ്ട് ആൻഡ് ഷർട്ട്, ഷൂ എന്നിങ്ങനെ 2 പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഷർട്ട് ആൻഡ് ഷൂ. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് അല്ലേ? ഷർട്ടും ഷൂവും എന്നിങ്ങനെ 2 പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഏത് പിക്ചറാണ് അവിടെ ഉള്ളത്, ഏതിന്റെ പിക്ചറാണ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. ആൻഡ് വിച്ച് പിക്ചർ ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ഷർട്ട് ഓർ ഷൂ? വാട്ട് ഈസ് ദാറ്റ്? എന്താണ് ഫിയോണ? ഏത് പിക്ചറാണത്? ഫിയോണ അൺമ്യൂട്ട് ചെയ്തേ മോളെ. Okay, which picture is that? What is that? We can show in that picture. Fish. Okay, fish is the first one. And second one, what is the second one? Shoe. Yes, that is shoe. And circle that shoe. Shoe എന്ന് എഴുതിയിട്ടുള്ളത് എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാ. SHOE, ഷൂ. ഷൂ എന്ന് എഴുതിയിട്ടുള്ളത് സർക്കിൾ ചെയ്യാം. ഷർട്ട്, ഷൂ. ആൻഡ് സർക്കിൾ ചെയ്തോ? Then circle ചെയ്തല്ലോ. Finish. Yes. And the third one is brush and bush. 2 പേര് അവിടെ തന്നിട്ടുണ്ട്. എന്താ ഉള്ളത്? ഒരു പിക്ചർ അവിടെ ഉണ്ട് അല്ലേ? What is that? That is brush or bush? What is that? Is it brush? No. എന്താണത്? ബ്രഷ് ആണോ? എന്താണ് ആരോമലത്? What is the correct name? Bush. Yes, that is bush. That is bush. BUSH, bush. That is end with SH, bush. End with SH. Then the fourth picture is dish and shoe. Dish and shoe. 2 പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിക്ചർ ആണ് ഉള്ളത് അല്ലേ? 2 പേരും ഉണ്ട്, ഒരു പിക്ചറും ഉണ്ട്. എന്ത് പിക്ചർ ആണത്? വാട്ട് ഇസ് ദാറ്റ്? ദാറ്റ് ഈസ് ഡിഷ് ഓർ ഷൂ? ഇസ് ഇറ്റ് ഷൂ? ഷൂ ആണോ ഡിഷ് ആണോ? ഏതാണ് നഹ്ല? നഹ്ല ഫാത്തിമ, വാട്ട്സ് ദാറ്റ് പിക്ചർ? വി ക്യാൻ ഷോ. എന്താണ്? Shoe. That is shoe or dish? Yes, that is dish.
ഡിഷ് എന്നാണ് കേട്ടോ നഹ്ല. ഷൂ ആണോ ഡിഷ് ആണോ? അത് ഡിഷ് ആണല്ലേ, നമ്മുടെ പാത്രമാണല്ലേ, അല്ലാതെ ഷൂ ആണോ? നോ, the fourth picture is dish. dish, end with sh. Circle the dish. Circle that dish. And next picture, sheep and wash. Sheep and wash. Sheep എന്നും ഉണ്ട് അവിടെ, wash എന്നും കൊടുത്തിട്ടുണ്ട്. What is that shown in that picture? What is that? That is sheep or wash. എന്താണത്? എന്താണ് അർജുൻ? What we can see in the fourth picture? That is sheep or wash? Wash. Wash ആണോ അത്? Sheep. Yeah, that is sheep. Wash എങ്ങനെയാ വരിക അർജുൻ? ഷീപ്പിന്റെ പിക്ചർ അല്ലേ അത്? So that is sheep. Circle that, sheep. Sheep എന്നുള്ള വേർഡ് എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാ. ഷീപ്പ്. ഫസ്റ്റ് വൺ ഫിഷ്, വിഷ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഫിഷ് അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഷർട്ട്, ഷൂ, ഷൂ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് വൺ ബ്രഷ്, ബുഷ്, ദാറ്റ് ഈസ് ബുഷ്. ആൻഡ് ഫോർത്ത് ഡിഷ്, ഷൂ, dish. And sheep, wash, that is sheep. Begin with the sh. Then last one brush, sheep. രണ്ട് നെയിം അവിടെ തന്നിട്ടുണ്ട്. ബ്രഷ് എന്നുണ്ട്, ഷിപ്പ് എന്നുമുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് സർഗ? Unmute ചെയ്ത് സർഗ. Okay, that is brush. Yeah, that is brush. അതെന്താണ്? ബ്രഷ് ആണ് അല്ലേ? ഓക്കെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? Okay, listen. That is brush and circle brush. Brush എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാ. ഓക്കെ. Then താഴെ എന്തുണ്ട്? വേറൊരു ആക്ടിവിറ്റി കൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ എല്ലാ വേർഡ്സും സർക്കിൾ ചെയ്തോ? ഫിഷ്, ഷൂ, ബുഷ്, ഡിഷ്, ഷീപ്പ്, ബ്രഷ്. ഏതൊക്കെ വേർഡ്സ് ആണ്? ഫിഷ്, ഷൂ, ബുഷ്, ഡിഷ്, ഷീപ്പ് ആൻഡ് ബ്രഷ്. ഇത്രയും വേർഡ്സ് ആണ് അതിൽ ഉള്ളത് അല്ലേ? അതൊക്കെയാണ് അതിന്റെ കറക്റ്റ് വേർഡ്സ്. എന്തൊക്കെയുണ്ട്? ഫിഷ്, ഷൂ, ബുഷ്, ഡിഷ്, ഷീപ്പ് ആൻഡ് ബ്രഷ്. ഓക്കെ. Then next activity, fill in the missing letters to complete each puzzle. Here is a puzzle. And ഇവിടെ എന്തുണ്ട്? puzzle ഉണ്ട് അല്ലേ? So എന്ത് ചെയ്യണം? Fill in the missing letters to complete each puzzle. Missing letters എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് puzzle കംപ്ലീറ്റ് ചെയ്യണം. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഇഷാൻ ചെയ്തോ? ഇഷാൻ യെസ് ചെയ്തു അല്ലേ? എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം.
എന്തൊക്കെയാണ് ഇഷാൻ? ഇഷാൻ ഏതൊക്കെ ആൻസേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്? Grapes, green, straw, crown. ഓക്കെ, ഗ്രേപ്സ്, ഗ്രീൻ, ക്രോ, ക്രൗൺ. ഈ രണ്ട് വേർഡ്സുമാണ് അവിടെ വരുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? അവിടെ മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതുക. ഫസ്റ്റ് വണ്ണിൽ എന്തുണ്ട്? GR കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോളത്തിൽ എന്ത് എഴുതുക? A എഴുതുക. GRA PES. GRA PES. GRAPES, grapes. GRAPES, grapes. grapes എന്നാണ് എഴുതേണ്ടത്. ദെൻ അതിന്റെ നേരെ താഴെ എന്ത് എഴുതുക? സോറി, അതിന്റെ നേരെ ബാക്കി കുറച്ച് ലെറ്റേഴ്സ് കൂടെ അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ? അതെന്താണ് എഴുതേണ്ടത്? ഗ്രീൻ എന്നാണ് എഴുതേണ്ടത്. സോ ഇതിൽ മിസ്സിംഗ് ആയ ലെറ്റേഴ്സ് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഗ്രീൻ, ഗ്രേപ്സ്, ഗ്രീൻ. അപ്പോ ഗ്രേപ്സ് എന്ന് എഴുതുമ്പോ GR അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ A നമ്മൾ എഴുതണം. P അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. E നമ്മൾ എഴുതണം. ഗ്രേപ്സ്. ഓക്കെ, ഗ്രേപ്സ്. ഗ്രീൻ, ഗ്രേപ്സ് എന്ന് എഴുതിയോ? ഗ്രേപ്സ്, ഗ്രീൻ. GRAPES, GREEN, ഗ്രീൻ. മിസ്സായ ലെറ്റേഴ്സ് അവിടെ എഴുതുക. ദെൻ സെക്കൻഡ് ആണ് ഏത് എഴുതേണ്ടത്? ക്രോ ആൻഡ് ക്രൗൺ. ക്രോ ആൻഡ് ക്രൗൺ. നേരെയുള്ള റോയിൽ എന്ത് എഴുതുക? ക്രോ എന്ന് എഴുതുക. C അവിടെ എഴുതുക. R ഉണ്ട് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ OW, ക്രോ ആൻഡ് ക്രൗൺ. CROWN. Crow and crown. Grapes, green, crow and crown. Are you finished? Finish ചെയ്തോ എല്ലാവരും? Okay, good. Okay, grapes, green, crow and crown. Okay, finish. And take the next page and page number 12. Take the page number 12. Fill in the blanks with OO or EE. It is an activity is filled with OO words and EE words. മനസ്സിലായോ എന്താണെന്ന്? ഇനി തന്നിട്ടുള്ളത് ഒരു ആക്ടിവിറ്റി ആണ് അല്ലേ? നമ്മൾ OO വേർഡ്സും EE വേർഡ്സും കൊണ്ട് ഫില്ല് ചെയ്യേണ്ടുന്ന ആക്ടിവിറ്റീസ് ആണ്. Fill with OO words and
ഇ വേർഡ്സ്? നോക്കാം അല്ലേ. എസ് ഡാഷ് ദ എം എന്താണ്, 2 ലെറ്റേഴ്സ് അവിടെ ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഏത് ലെറ്റർ ആണ് എഴുതേണ്ടത് അവിടെ? ഓ എവിടെയാണ് എഴുതേണ്ടത്? ഇ എവിടെയാണ് എഴുതേണ്ടത്? വാട്ട് ഈസ് ദ സെന്റൻസ്? Can you say the sentence? Which sentence is that? എന്താണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് സമജ്ന? അതെങ്ങനെയാ വരിക ആ സെന്റൻസ്? See the moon. See the moon. E words and o words. See the moon. See the moon. The moon. See the moon. E words and o words. See the moon. See the moon. See the moon. First S എന്നുള്ളതിൻ്റെ അടുത്ത് ഇ എഴുതുക, എം എന്നുള്ളതിൻ്റെ അടുത്ത് o എഴുതുക. See the moon. എഴുതിയോ? See the moon. Then next, there is a B dash near the TR dash. എന്താണ്? 2 വേർഡ്സ് അവിടെ കംപ്ലീറ്റ് അല്ല. ഇ ആൻഡ് ഒ. എവിടെയാണ് ഈ വേർഡ്സ് എഴുതേണ്ടത്? എവിടെയാണ് ഒ വേർഡ്സ് എന്നാണ്. സോറി, അതില് മുഴുവൻ എന്താണ് ഈ വേർഡ്സ് ആണ് ഉള്ളത് അല്ലേ. അതിൽ ഒ വേർഡ്സ് ഉണ്ടോ? നോ, അതിൽ മുഴുവൻ ഈ വേർഡ്സ് കൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. there is a എന്താണ്, എങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുക? ആർക്കെങ്കിലും കിട്ടിയോ എങ്ങനെയാണെന്ന്? ഓക്കെ, എങ്ങനെയാണ് കാശിനാഥ്? There is a bee near the tree. Okay, good. There is a bee near the tree. അല്ലേ, അവിടെ ഒരു എന്താണ് ബീ ഉണ്ട്. എവിടെ? near the tree. There is a bee and near the tree. There is a bee near the tree. And the next one is the cook has a book. Sorry, the C എന്താണ് അവിടെ? C തന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആൻഡ് ഹാസ് എ ബി ഡാഷ് കെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഹിസ് ഹാൻഡ്. അതെങ്ങനെയാണ് ഇഷാൻ? The cook has a book in his hand. Yes, the cook has a book in his hand. അല്ലേ, the cook has a book. So fill with o. cook and book. o കൊണ്ട് fill ചെയ്യാണ് വേണ്ടത്. എഴുതുന്നുണ്ടോ എല്ലാവരും? ചെയ്തോ? Okay, good. The cook has a book in his hand. Then next എന്താണ്? THR dash and another word SH dash P play with the field. അതെങ്ങനെ എഴുതുക? എങ്ങനെയായിരിക്കും അത്? THR o ആണോ e ആണോ? Is o words and e words?
ആർക്കെങ്കിലും കിട്ടിയോ? ഈസി ആണത്, വെരി ഈസി. ഓക്കെ, എങ്ങനെയാണ് നൈജൽ? ഓക്കെ, 3 sheep play in the field. 3 ഷീപ്പുകൾ അവിടുന്ന് കളിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ? 3 sheep play in the field. Okay. അപ്പോ ഫസ്റ്റ് വൺ നോക്കാം. See the moon. Second, there is a bee near the tree. The cook has a book in his hand. 3 sheep play in a field. Complete ചെയ്തോ? ചെയ്തു? Are you finished? Then അതിന്റെ താഴെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക്. ഓക്കെ, fill in the missing letters which from the cloud. അവിടെ ഓരോ കോളത്തിലും ഓരോ പിക്ചേഴ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. Then അതിന്റെ കുറച്ച് പേരിന്റെ ലെറ്റേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലാങ്ക് ആണല്ലേ? Then അത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഒരു പിക്ചർ ഉണ്ട്. Then SHTHCH ഇതിൽ ഏത് വേർഡാണ് അവിടെ എഴുതേണ്ടത് എന്നാണ്. ഏതാണ് ആരോമൽ? ആ, എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യണേ. എല്ലാവരും എഴുതി ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാ? മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം. സോ നിങ്ങളുടെ എക്സാം വരാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും നന്നായിട്ട് പഠിക്കണം. വേർഡ്സ് പഠിക്കുമ്പോ എന്ത് ചെയ്യാ? സ്പെല്ലിങ്ങും കൂടെ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. Then see you in the next class and study well for your exam and score the maximum mark. Okay, എല്ലാവരും എന്ത് ചെയ്യാം? മാക്സിമം മാർക്ക് വാങ്ങിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. And see you in the next class. Okay, bye. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.